നമ്മളിൽ മിക്കവരും പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി നമ്മുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുമല്ലേ? അതല്ലെങ്കിൽ നമ്മുടെ ലാപ്പ് ആർക്കെങ്കിലും വിൽക്കും, അതല്ലെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവോ ഹാർഡ് ഡിസ്കോ മെമ്മറി കാർഡോ ആർക്കെങ്കിലും ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പെൻ ഡ്രൈവോ ഹാർഡ് ഡിസ്കോ ഒന്ന് ഫോർമാറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫയൽ ആക്ച്വലി പോകുന്നുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു ടെക്നിക്കൽ ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ ഡേറ്റ സ്റ്റോർ ആവുന്നത്, ഡിലീഷൻ പ്രോസസ്സ് എന്താണ്, ഡിലീറ്റ് ചെയ്ത ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ റിക്കവർ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാൻഡ് ഔട്ട് ടെക്. ഞാനാണ് അഖിൽ. പവർ ഓൺ ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് നോക്കാം ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ സ്റ്റോർ ആവുന്നത്. അതായത് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഡോക്യുമെന്റ്സോ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ സേവ് ആവുന്നതെന്ന്. നമ്മുടെ ഡേറ്റ അത് ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആവാം, ഒരു സ്റ്റോറേജ് ഡിവൈസിൽ സേവ് ആവുന്നത് ബൈനറീസ് ആയിട്ടാണ്, അതായത് വൺസ് ആൻഡ് സീറോസ്. ഫോർ എക്സാമ്പിൾ, ഒരു HDD ഡ്രൈവിൽ, ഒരു HDD ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ആവുന്നത് മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടാണ്. ഈ HDD ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കുറെ സർക്കുലർ പ്ലേറ്റ്സ് കാണും. ആ പ്ലേറ്റ്സിന്റെ മുകളിലായിട്ട് ചെറിയ മാഗ്നറ്റിക് പോയിന്റ്സ് കാണും. അങ്ങനെ ആയിരിക്കും വൺസ് ആൻഡ് സീറോസ് ഡിനോട്ട് ചെയ്യുന്നത്. ആ വൺസ് ആൻഡ് സീറോസിലായിരിക്കും നമ്മുടെ ഡേറ്റ സ്റ്റോർ ആയിരിക്കുന്നത്. അതേസമയം SSDs ആണല്ലോ, അതിൽ ചെറിയ ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. ഇലക്ട്രിക്കൽ ചാർജസ് വൺസ് ആൻഡ് സീറോസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ രണ്ട് കേസസിലും ഫയലിന് രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡേറ്റ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ എവിടെ സ്റ്റോർ ആയിരിക്കും എന്നുള്ള ഇൻഫർമേഷൻ റെക്കോർഡ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ലൈബ്രറി ആയിട്ട് എടുക്കാം. ലൈബ്രറിയിൽ വെച്ചേക്കുന്ന ബുക്സ് ഉണ്ടല്ലോ, അതാണ് ആക്ച്വൽ നമ്മുടെ ഡേറ്റ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ ബുക്സ് എവിടെയാണ് വെച്ചേക്കുന്നത് എന്നുള്ള റെക്കോർഡ് കാണും. ഒരു ഷീറ്റ്, ഏതൊക്കെ ഷെൽഫിൽ ഏതൊക്കെ ബുക്കാണ് ഇരിക്കുന്നത്, ആ ഷീറ്റ് ആണ് നമ്മുടെ ആക്ച്വലി സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ഇൻഫർമേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിലീഷൻ പ്രോസസ്സ് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫയൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ നമ്മുടെ മൊബൈലിൽ നിന്നോ നമ്മൾ ഡിലീറ്റ് ചെയ്തു, അത് ആക്ച്വലി ഡിലീറ്റ് ആവുന്നുണ്ട്. നോർമൽ ഡിലീഷൻ പ്രോസസ്സിൽ അത് ആക്ച്വലി ഡിലീറ്റ് ആവുന്നില്ല. അത് എന്താ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ റെക്കോർഡ് ഉണ്ടല്ലോ, ആ ഡേറ്റ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷനാണ് ആക്ച്വലി നമുക്ക് ആ ഡേറ്റ കാണിച്ചു തരുന്നത്. നമ്മുടെ ഡെസ്ക്ടോപ്പിലോ നമ്മുടെ ഫോണിലായാലും ആ ഇൻഫർമേഷനാണ് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നത്. ആ ആക്സസ്, ആ ഡേറ്റ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഡേറ്റ ആ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ആ ഡേറ്റ ഇല്ല എന്ന് കാണിക്കുന്നത് മാത്രമല്ല, ആ സ്പേസ് അവൈലബിൾ ആണ് ഫോർ ഫ്യൂച്ചർ സ്റ്റോറേജ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഡേറ്റ ആക്ച്വലി പോകുന്നില്ല അവിടെ. അങ്ങനെ യൂഷ്വൽ പ്രോസസ്സിൽ ഡിലീഷൻ ചെയ്യുന്ന ഫയൽസ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതിനൊക്കെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അത് ആക്ച്വലി യൂസ് വരുന്നത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫോട്ടോസോ നമുക്ക് അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ചിലപ്പോൾ കാർഡൊക്കെ ഫോർമാറ്റ് ആയിപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഈ റെക്കോർഡിനെ നോക്കത്തില്ല, ഡയറക്റ്റ് ഫയലിനെ ആയിരിക്കും നോക്കുന്നത്. അതിന് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഡേറ്റ മൊത്തം ചെകഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ഡീപ്പായിട്ട് കയറി ഓരോ സെക്ടറും അനലൈസ് ചെയ്ത് അതിനെ സ്കാൻ ചെയ്ത് ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യും. ആ സ്കാനിങ് പ്രോസസ്സിൽ എന്താണെന്ന് വെച്ചാൽ പഴയ ഫയലിന്റെ പാറ്റേൺസും പിന്നെ ഹെഡേഴ്സും ഫ്രാഗ്മെന്റ്സും എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ പഴയ ഡേറ്റ റിക്കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോർമൽ ഡിലീഷൻ പ്രോസസ്സ് അത്ര സേഫ് അല്ല. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, നമ്മുടെ ഡോക്യുമെന്റ്സ്, ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് റിക്കവർ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. അതിന് കുറേ ടെക്നീക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓവർ റൈറ്റിംഗ്. ഓവർ റൈറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, ആ ഇരിക്കുന്ന സെഗ്മെന്റിലെ ആ ഡേറ്റയെ നമ്മൾ വേറൊരു ഡേറ്റ ആയിട്ട് റാൻഡം ഡേറ്റ, ഒരു മൂവിയോ എന്തെങ്കിലും ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതിനാണ് ഓവർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓവർ റൈറ്റിംഗിൽ കുറേ ടൈപ്പ് ഉണ്ട്. 1 പാസ്, 2 പാസ്, 3 പാസ്, 8 പാസ്. ഇപ്പോൾ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ എന്താ അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ, ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ 8 സെഗ്മെന്റ്സ് കാണും. അതായത് ഒരു ടീം അതിൻ്റെ റിക്കവറി പ്രോസസ്സ് നടത്തിയപ്പോഴത്തേക്കും 8 തവണ റിക്കവർ ചെയ്യാൻ പറ്റി ഒരു ഡേറ്റയെ. അപ്പോൾ അത് അങ്ങനെ ഒരു കൺക്ലൂഷൻ വരെ എത്തി. 8 തവണ ഒരു സെഗ്മെന്റ് ആയിട്ട്, ഒരു ഫ്രാഗ്മെന്റ് ആയിട്ട് ഒരു ഡേറ്റ സേവ് ആവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഓവർ റൈറ്റിംഗ് ചെയ്യാനുള്ള ടെക്നിക്സ് കുറച്ച് ടീഡിയസ് ആണ്. അത് മാനുവലി ചെയ്യാം, പിന്നെ അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ പരമായി ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒബ്വിയസ്ലി അത് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ഉറപ്പ് വരുന്നില്ല, അല്ലേ അത് ചെയ്തോ ഇല്ലയോ, ഡേറ്റ പോയോ ഇല്ലയോ. പക്ഷെ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, മാനുവലി ചെയ്യാണ്. ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കും. അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു 32 GB പെൻ ഡ്രൈവ് ആണ് എൻ്റെ ഇരിക്കുന്നത്. അത് ഞാൻ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ 32 GB പെൻ ഡ്രൈവിലെ ഡേറ്റ ഫുള്ളും ഫോർമാറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ സിസ്റ്റത്തിൽ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൽ കറക്റ്റ് എക്സാക്ട് 32, അതായത് ജസ്റ്റ് 1 or 2 KB മാത്രം ബാക്കി വരുന്ന രീതിയിൽ ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് അതിനെ എൻ്റെ പെൻ ഡ്രൈവിലോട്ട് മാറ്റും. പിന്നെ ഞാൻ ഫോർമാറ്റ് ചെയ്യും. പിന്നെ വീണ്ടും ഈ ഫോൾഡർ എൻ്റെ പെൻ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യും. പിന്നെയും ഫോർമാറ്റ് ചെയ്യും. ഞാനൊരു 3-4 ടൈംസ് ചെയ്യാറുണ്ട്. ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ 8 ടൈംസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 8 ടൈംസ് റിക്കവർ ചെയ്യാൻ പറ്റും ഒരു ഡേറ്റ. അപ്പോൾ 8 ടൈംസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാനൊരു 3-4 ടൈംസ് ചെയ്യാറുണ്ട്. ഈ പ്രോസസ്സ് ഇച്ചിരി ടീഡിയസ് ആണ്. പക്ഷേ നിങ്ങളുടെ ഡേറ്റ അത്ര വാല്യുബിൾ ആണെങ്കിൽ കുറച്ച് പെയിൻ എടുക്കേണ്ടി വരും ഈ പ്രോസസ്സിന്. രണ്ടാമത്തെ മെത്തഡാണ് സെക്യൂർ ഇറേസ്. സെക്യൂർ ഇറേസ് ജനറലി യൂസ് ചെയ്യുന്നത് SSDക്കാണ്.
അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെമ്മറി സെൽസിനെ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എൻക്രിപ്റ്റ് ആൻഡ് ഡിലീറ്റ്. എൻക്രിപ്റ്റ് ആൻഡ് ഡിലീറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ ഡേറ്റ യൂസ്ലെസ് ആയിരിക്കും. കാരണം ആ ഡേറ്റ നമുക്ക് കാണണമെങ്കിൽ ആ എൻക്രിപ്റ്റ് ചെയ്ത ഒരു കീ വേണം. ആ കീ ആരുടെ കയ്യിലും ഇല്ല. സോ അത് ആ ഡേറ്റ യൂസ്ലെസ് ആയിരിക്കും. പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഡിവൈസസിനെ അല്ലെങ്കിൽ ആ ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യണം. അല്ല ഫിസിക്കൽ ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ അത് റിക്കവറബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയല്ലേ, ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത്, ഡിലീഷൻ പ്രോസസ്സ് എന്താണ്, ഡിലീറ്റ് ചെയ്ത ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ, ആ ഫയൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ, ഇതെല്ലാം നോക്കിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടന്റ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചാർജ് ചെയ്ത് തരാം. അതുവരേക്കും പവർ ഓഫ് ചെയ്ത് വയ്ക്കാം. ബൈ.